രാവിലെ ഒരു മുതലേറി പോയിരുന്നു. ഇതായിരുന്നു സംഗതി. ഇൻ്റർവ്യൂവിൽ വന്നിരുന്ന് പ്രേം നസീർ എന്ന് പറഞ്ഞ മഹാനായ നടനെ കുറിച്ച് ചെറുത് വലുതായിട്ടൊന്ന് തള്ളി. അതും വേറെ ആരോ പറഞ്ഞ് അത് കേട്ട ടിനി ടോം ഇൻ്റർവ്യൂവിൽ വന്നിരുന്ന് കൂളിംഗ് ഗ്ലാസും വെച്ചിട്ട് പ്രേം നസീർ സാർ അങ്ങനെ കരഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് 4 ഡയലോഗ്. അത് പറഞ്ഞതേ ഓർമ്മയുള്ളൂ. സിനിമാക്കാർ അവർ ഒപ്പമുള്ളവർ തന്നെ എടുത്തിട്ട് അറഞ്ചം പുറഞ്ചം വെട്ടിക്കൂട്ടിപ്പോയി. അപ്പോൾ ഒരു ഇൻ്റർവ്യൂവിലാണ് ടിനി ടോം പ്രേം നസീർ എന്ന് പറഞ്ഞ മഹാനടനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. ആദ്യം ആ പോർഷൻ നമുക്ക് കാണാം. ഇപ്പോഴുള്ള എല്ലാവരും നമ്മൾ മൈൻഡിനെ ഇത് ചെയ്ത് ട്രെയിൻ ചെയ്തെടുക്കുക എന്നുള്ളത്. അത് ഞാൻ ജഗദീഷ് ചേട്ടനാണ് കണ്ടിട്ടുള്ളത്. കോമഡി സ്റ്റാർസിൽ നമ്മൾ ജഡ്ജ് ചെയ്യാതിരിക്കുമ്പോൾ 10 വർഷം അത് സിനിമയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ചാനലിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് പുള്ളി ആ മൈൻഡ് സെറ്റിലായി. അയ്യോ എനിക്ക് സിനിമയില്ല, ഞാനാകെ ഔട്ടായി മാറ്റാം എന്ന് പറഞ്ഞ് നിൽക്കരുത്. നമ്മളപ്പോൾ എന്താ ചെയ്യുന്നത് അതങ്ങ് ഡെഡിക്കേറ്റ് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളാരും സൂപ്പർ സ്റ്റാർ ആകാമെന്നും പറഞ്ഞ് വീട്ടിൽ നിന്നും വന്നിട്ടില്ല, അല്ലെങ്കിൽ ആർക്കും വാഗ്ദാനം കൊടുത്തിട്ടില്ല. നമ്മൾ നന്നായിട്ട് ജീവിക്കാമെന്ന് അല്ലെങ്കിൽ അരി മേടിക്കാമെന്നാണ് നമ്മൾ പ്രതിജ്ഞ എടുത്തിട്ടുള്ളത്. ആ രീതിയിൽ ജീവിക്കുക. നസീർ സാറ് മനസ്സ് വിഷമിച്ചാൽ മരിച്ചതെന്ന് പറയുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ സ്റ്റാർഡം പോയിട്ട് എല്ലാ ദിവസവും കാലത്ത് മേക്കപ്പ് ഇട്ട് ഇറങ്ങുമെന്ന് പറയണത്. കാരണം സിനിമയില്ല. എന്നിട്ട് ബഹദൂർ ഇക്കടക്ക് വീട്ടിൽ പോയിരുന്ന് കരയുമായിരുന്നു. അടൂർ ബാസി സാറിൻ്റെ അടുത്തൊക്കെ കരഞ്ഞ് അങ്ങനെ മനസ്സ് വിഷമിച്ചാൽ മരിച്ചതെന്ന് പറഞ്ഞ്. രാജേഷ് ഖന്ന എന്ന് പറഞ്ഞ ആൾക്ക് 5 വർഷം കണ്ടിന്യൂസ് ഹിറ്റുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ള ഒരേ ഒരു സൂപ്പർ സ്റ്റാറാണ് സുന്ദരൻ. പുള്ളി അങ്ങ് ഔട്ടായിട്ട് ഹീറോ എന്നുള്ളൊരു സംഭവത്തിൽ നിന്ന് അങ്ങ് പോയിട്ട് ഫിലിമില്ലാണ്ടായിട്ട് അക്ഷയ് കുമാർ മരുമോനുള്ളൂ. പുള്ളി എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ 5 അസിസ്റ്റൻസിന് വെച്ചു കൊടുത്തു. കാരണം ആ സ്റ്റാറായിട്ട് ജീവിച്ചിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു, കാരണം ആ ഫീൽ അത് കാരണം ഒറ്റപ്പെട്ടു പോയി. പക്ഷെ ആ സ്റ്റാർഡം നഷ്ടപ്പെടാണ്ടുള്ള ആംബിയൻസ് കൊടുത്തു. അപ്പം നമ്മൾ എപ്പോഴും തീരുമാനിച്ചിരിക്കുന്ന ഞാൻ നാളെ ഇവിടെ ഉണ്ടാവും എന്നുള്ളതില്ല. നമ്മൾ നാളെ ചിലപ്പോൾ സൂപ്പർ മാർക്കറ്റിലായിരിക്കും നമ്മൾ നടത്തുന്നത്, ചിലപ്പോൾ നാളെ ചായ കൊടുക്കാനായിരിക്കും വരുന്നത്. അത് നമ്മൾ പ്രിപ്പയർ ആയിട്ട് ഇരിക്കുക എന്നുള്ളത്. പിന്നെ പ്രിപ്പയർ ആകേണ്ട ആവശ്യമില്ല, സ്റ്റാർഡം ഇല്ലല്ലോ, അതുകൊണ്ട് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ആംബിയൻസും ക്രിയേറ്റ് ചെയ്യേണ്ട. ഏത് അതുകൊണ്ട് ടിനി ടോമിന് കാര്യങ്ങൾ ഈസിയാണ്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടു, അതും ഫിലിം ഫീൽഡിൽ ഒരു നടനെയോ നടിയെയോ പ്രൊഡ്യൂസറോ ഡയറക്ടറെയോ ടെക്നീഷ്യനെ കുറിച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിനി ടോമും ആറാട്ടണ്ണനും തമ്മിൽ എന്ത് വ്യത്യാസം? ആറാട്ടണ്ണനും ഇതാണല്ലോ ചെയ്യാറ്. ആറാട്ടണ്ണൻ വേറെ ആരെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ആറാട്ടണ്ണൻ വന്നിരുന്ന് പറയാറ്. ഇതിപ്പോൾ രണ്ടും ഒരുപോലെ രീതി. ഇയാൾ ഇതാരോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വന്നിരുന്ന് പ്രേം നസീർ എന്ന് പറഞ്ഞ മഹാനായ നടൻ അവസാന കാലങ്ങളിൽ മേക്കപ്പ് ഇട്ട് അടൂർ ബാസിയെ പോലുള്ളവരുടെ വീട്ടിൽ പോയിരുന്ന കരയെന്ന് പറയുമ്പോൾ മലയാളികൾക്ക് അത് വിശ്വസിക്കാൻ പറ്റുമോ? അങ്ങനൊരു ഇൻസിഡൻ്റ് ഉണ്ട്, അങ്ങനൊരു സൈഡ് പ്രേം നസീർ എന്ന് പറഞ്ഞ മഹാനടൻ്റെ കരിയറിലും ലൈഫിലും ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്രയോ പേര് ഈ നടനെക്കുറിച്ച് സംസാരിക്കുന്നില്ലേ? പ്രേം നസീർ എന്ന് പറഞ്ഞ മഹാനായ നടനെ കുറിച്ചിട്ട് എത്ര പേരാ സിനിമാക്കാർ സംസാരിക്കുന്നുണ്ട്, രാഷ്ട്രീയക്കാർ സംസാരിക്കുന്നുണ്ട്, എത്രയോ ആളുകൾ സംസാരിക്കുന്നുണ്ട്. അവരാരെങ്കിലും ഇന്നേ വരെ ഇങ്ങനത്തെ ഒരു ഷെയ്ഡ്, ഒരു വേർഷൻ, അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് പറഞ്ഞ് കേട്ടിട്ടില്ല. തമിഴ്നാട്ടിൽ ഏതൊരു നടൻ ഇതേപോലെ മേക്കപ്പ് ഇട്ട് ഇറങ്ങി രാവിലെ കാറിൽ പോകും എന്നൊക്കെ ഉള്ളത് ഇങ്ങനെ ഇപ്പോൾ റീസെൻ്റ് ഞാൻ ഈ ഒരു വിഷയമായിട്ട് അങ്ങനെ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടു. ഞാൻ കഥ എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് അടിച്ചതാണോ എന്നറിയില്ല. കാരണം ടിനി ടോം ആണല്ലോ, പറയാൻ പറ്റില്ല. അവിടെ കെട്ട് ഇവിടെ കൊണ്ടുവന്ന് അടിക്കാം. അപ്പോൾ ഇത് പറയാനുണ്ടായൊരു ഇത് ഞാൻ പറയാം. അതായത് എത്ര വലിയ നടനാണെങ്കിലും നടിയാണെങ്കിലും സിനിമാക്കാരനാണെങ്കിലും ഒരു ടൈം നിങ്ങൾക്ക് മോശമായാൽ നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, അത് ആർക്ക് വേണേ വരാം എന്നുള്ളതിലേക്ക് സമ്മപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഈ പറഞ്ഞ കാര്യമൊക്കെ ഇയാൾ പറഞ്ഞു വെക്കുന്നത്. ഈ അക്ഷയ് കുമാർ 5 മറ്റേ ആംബിയൻസ് ഉണ്ടാക്കാൻ ബോഡി ഗാർഡിനെ കൊടുക്കുന്നുള്ളതൊക്കെ കഥ ഞാൻ അക്ഷയ് കുമാറിൻ്റെ ഭാഗം കേൾക്കാതിരുന്ന തനിക്ക് ഭാഗ്യം. ഇതാണെങ്കിൽ ഇങ്ങനെ ഒരു സാധനം പറഞ്ഞു. ഇത് പറഞ്ഞ് ഭാഗ്യലക്ഷ്മി ചേച്ചി അവർ വന്നിട്ട് ഇത് കേട്ട പാടെ, കാരണം അവർക്കൊക്കെ പ്രേം നസീർ എന്ന് പറഞ്ഞ വ്യക്തിയായിട്ട് നല്ല ക്ലോസ് ആയിട്ട് അറിയാം, വർക്ക് ചെയ്തിട്ടുണ്ട്. സോ അവരൊക്കെ വന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതല്ലാതെ നമുക്ക് ആലപ്പി അഷ്റഫിൻ്റെ 2 വീഡിയോ ഉണ്ടേ. ഒരു വീഡിയോയിൽ ടിനി ടോമിനെ തേച്ച് വലിച്ച് കീറി ഒട്ടിച്ച് പ്ലാസ്റ്റർ അടിച്ച് വിട്ടും കയറി, ഒരു രക്ഷയില്ല. ഞാൻ ആ വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാപ്പ് ടിനി ടോമിൻ്റെ മാപ്പ് വേറെയും പ്ലേ ചെയ്യാം. വലിയ നടനെന്ന് സ്വയം അവകാശപ്പെടുന്ന ടിനി ടോം നടത്തിയ പ്രസ്താവനയാണ് എന്നെ ഏറെ വേദനിപ്പിച്ചത്. ആ പ്രസ്താവനയിലെ ശരി തെറ്റുകളിലേക്ക്
നമുക്കൊന്ന് കടന്നു ചെല്ലാം. പ്രേം നസീർ സിനിമയില്ലാതെ സ്റ്റാർഡം നഷ്ടപ്പെട്ട് മനസ്സ് വിഷമിച്ച് അടൂർവാസിയുടെയും ബഹദൂറിന്റെയും വീടുകളിൽ ചെന്നിരുന്ന് കരഞ്ഞിരുന്നുവെന്നും എല്ലാ ദിവസവും മേക്കപ്പ് ഇട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കരഞ്ഞാണ് പ്രേം നസീർ മരിച്ചതെന്നും ടിനി ടോം പറയുന്നു. മിമിക്രി പോലും നേരെ ചൊവ്വയെ മര്യാദയ്ക്ക് ചെയ്യാൻ അറിയാത്തവനാണ് ടിനി ടോം. ഏത് നടന്റെ ശബ്ദം എടുത്താലും സ്വന്തം ശബ്ദമാണ് പുറത്തോട്ട് വരുന്നത്. മണിയടി കൊണ്ടും സോപ്പിടൽ കൊണ്ടും ഉപജീവനം നടത്തുന്ന ഒരു നടനാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകളായ മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും ഒക്കെ ആദരവോടെയും ബഹുമാനത്തോടെയും കാണുന്ന സൂപ്പർ സംവിധായകർ മുതൽ ഇന്ന് കടന്നു വരുന്ന പുതുമുഖ സംവിധായകർ വരെ ഗുരുതുല്യനായി കാണുന്ന ഒരു നടനാണ് പ്രേം നസീർ. നസീർ സാർ ആരാണെന്ന് ഈ തള്ളല് വീരൻ ഇന്നും മനസ്സിലാക്കിയിട്ടില്ല. ആ മഹാൻ നന്മയുടെ മനുഷ്യ സ്നേഹത്തിന്റെ ഒരു പാഠപുസ്തകമാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യമായി അധികാരമേറ്റപ്പോൾ ഈ മഹാനായ നടൻ ടിനി ടോം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. മോഡിക്ക് ഗദ്ദാഫിയുടെ സ്ഥിതി വരുമെന്ന്, അതായത് നാട്ടുകാർ തല്ലിക്കൊന്ന് വലിച്ചഴച്ചു കൊണ്ടുപോകുമെന്ന്. ഇത് കേട്ട് രോക്ഷാകുലരായ ജനങ്ങൾ അയാളുടെ വീട്ടിലേക്ക് പാഞ്ഞെടുത്തു. പിന്നീട് കാല് പിടിച്ചു മാപ്പ് പറഞ്ഞാണ് അതിൽ നിന്നും തലയൂരിയത്. ബിഗ് ബോസിൽ പങ്കെടുത്ത ഡോക്ടർ രജിത് കുമാറിന് അനുകൂലമായി സംസാരിച്ച് പോസ്റ്റിട്ട ഒരു സ്ത്രീയോട് അയാൾ ഫോൺ വിളിച്ചു പറഞ്ഞു, നിന്റെ അണ്ണാക്കിലേക്ക് അടിച്ചു കയറ്റുമെന്ന് പറഞ്ഞ അശ്ലീല സംഭാഷണം ഇന്നും സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി ചാർജ് എടുത്തതിന് ശേഷം മണിയടിച്ച് അടുത്തുകൂടി തക്കം കിട്ടിയപ്പോൾ സുരേഷ് ഗോപിക്കും ഇട്ടൊന്ന് താങ്ങി. അതിൽ സുരേഷ് ഗോപിയുടെ ആരാധകർ പ്രതിഷേധമുയർത്തിയതും ഈയിടെയാണല്ലോ. പ്രേം നസീർ ഫൗണ്ടേഷന്റെ ഭാരവാഹികൾ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് അവർ എന്നെ വിളിച്ചറിയിച്ചു. ഇയാൾക്കെതിരെ കേരളത്തിലുള്ള പ്രേം നസീറിന്റെ പേരിലുള്ള പല സാംസ്കാരിക സംഘടനകളും നിയമ നടപടികളിലേക്ക് പോകുമെന്നും അവർ എന്നെ അറിയിച്ചു. ഇയാൾ പറയുന്നു, ഞാൻ അമ്മ സംഘടനയിൽ 7 വർഷം എക്സിക്യൂട്ടീവായി ഇരുന്നിട്ടുണ്ടെന്ന്. അതിന്റെ ഫലമാണ് ഇന്ന് അമ്മ സംഘടന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മലയാള സിനിമയിൽ PJ ആന്റണിക്കും തിലകനും നെടുമുടി വേണുവിനും ശേഷം വന്ന അഭിനയ കുലപതിയാണ് ഇയാളെന്ന് സ്വയം ധരിച്ചു വെച്ചിരിക്കുന്ന വിഡ്ഢി കൂഷ്മാൻ. ഇതിലും വലിയൊരു റിപ്ലൈ ടിനി ടോമിന് കിട്ടാനില്ല. അജാതി തേച്ചൊട്ടിക്കൽ ഇപ്പൊ കിട്ടി വാങ്ങി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതൊക്കെ കഴിഞ്ഞ് അത്യാവശ്യത്തിലേറെ എയറിൽ പോയ സമയത്ത് മാപ്പുമായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഈ മാപ്പ് ആദ്യം ഒന്ന് കേൾക്കാം, എന്നിട്ട് ഇതിന് വേറൊരു ട്വിസ്റ്റ് ഉണ്ട്. നമസ്കാരം, ഞാൻ ടിനി ടോം. ഞാൻ UK-യിലാണ്. വളരെ വൈകിയാണ് ഞാനൊരു വാർത്ത കണ്ടത്. കാരണം നസീർ സാറിനെ ഞാൻ മോശം പരാമർശം നടത്തി എന്ന് പറഞ്ഞിട്ട്. ദ ഗോഡ് ഓഫ് മലയാള സിനിമ, ദ ലെജൻഡ് ഓഫ് മലയാള സിനിമ, നസീർ സാറിനെ ആരാധിക്കുന്ന ലോകത്ത് ഒരുപാട് പേരുണ്ട്. അതിലുൾപ്പെടുന്ന ഒരു ചെറിയൊരാളാണ് നസീർ സാർ. എവിടെ കിടക്കുന്നു, ഞാൻ എവിടെ കിടക്കുന്നു. അപ്പം അത്രയും വലിയൊരു സ്റ്റാറിനെ മോശം പരാമർശം നടത്താൻ ഞാനാരാണ്? ഒരു ഇൻ്റർവ്യൂവിൽ നിന്നും അടർത്തിയെടുത്ത ഒരു ചുരണ്ടി എടുത്തിട്ടൊരു ഭാഗം എടുത്തിട്ട് തെറ്റായിട്ട് അത് വ്യാഖ്യാനത്തിലൂടെ പല ന്യൂസുകളും പുറത്തുവിടുകയാണ് ഉണ്ടായത്. ഇത് ഈ തന്ന ഇൻഫോർമേഷൻ നസീർ സാറിനെ കുറിച്ചൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ നമ്മുടെ ഒരു സീനിയർ തന്നൊരു ഇൻഫോർമേഷൻ ഇപ്പോൾ അദ്ദേഹം കൈമലർത്തുന്നുണ്ട്. അല്ലാതെ ഞാൻ അന്തരീക്ഷം നിന്ന് ആവാഹിച്ചെടുത്തതല്ല. അതിൽ നിന്നും കേട്ട ഇൻഫോർമേഷൻ വെച്ചിട്ട് ഞാൻ ഷെയർ ചെയ്തൊരു കാര്യമാണ്. അത് ഒരിക്കലും മോശപ്പെടുത്താനോ അല്ലെങ്കിൽ അവഹേളിക്കാനോ അല്ല. കാരണം ഇവരൊന്നും നമുക്ക് തിരിച്ചു കിട്ടാത്ത ലെജൻസാണ്. പല സീനിയേഴ്സും മരിക്കുമ്പോൾ ഞാൻ അവിടെ ചെല്ലാറുണ്ട്, എൻ്റെ സാന്നിധ്യം അറിയിക്കാറുണ്ട്. നാട്ടുകാരെ കാണിക്കാനല്ല റീത്തുമായിട്ട് ചെല്ലുന്നത്. കാരണം ഇവരൊന്നും നമുക്ക് തിരിച്ചു കിട്ടില്ല. അപ്പം അത്രയും ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന ഇവരെയൊക്കെ മോശം പരാമർശം നടത്താൻ ഞാൻ ആരാണ്? ഒരാളെ വാക്കുകൊണ്ട് വേദനിപ്പിക്കരുതെന്ന് പോലും അതനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ പിന്നെ ഇങ്ങനൊരു സംഭവം ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് പ്രേം നസീർ സുഹൃത്ത് സമിതി ലോകം മുഴുവനുണ്ട്. അതിലെൻ്റെ സുഹൃത്തുക്കളുണ്ട്, ജില്ലാ പ്രസിഡന്റുമാരുണ്ട്, എൻ്റെ സംസ്ഥാന പ്രസിഡൻ്റൊക്കെ എനിക്ക് അടുത്തറിയാവുന്നവരാണ്. ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിരുപാധികം മാപ്പും ക്ഷമയും ചോദിക്കാൻ ഞാൻ തയ്യാറാണ്. കാരണം ഇത്രയും വലിയൊരു ലെജൻഡിൻ്റെ കാൽക്കൽ വീഴാനും ഞാൻ തയ്യാറാണ്. അത്രയും വലിയൊരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ മകനുമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് ഷാനവാസിക്കായിട്ട് ഞാൻ ചാറ്റ് ചെയ്യാറുണ്ട്. ആരാധന കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ സത്യൻ മാസ്റ്ററിൻ്റെ മകൻ സതീഷ് സത്യൻ മാസ്റ്റർ ചോദിച്ചാൽ അറിയാം. കാരണം അദ്ദേഹത്തിനെ ഓണർ ചെയ്യണമെന്നും പറഞ്ഞിട്ട് വാദിച്ച ഒരാളാണ്. അദ്ദേഹത്തിന് ഓണർഷിപ്പ് കൊടുത്തു. ഈ തവണത്തെ മീറ്റിങ്ങിന് നസീർ സാറിൻ്റെ ശബ്ദത്തിൽ തുടങ്ങണമെന്ന് പറഞ്ഞ് വാദിച്ച ഒരാളാണ്. അതിൻ്റെ ഒരു AI ക്രിയേറ്റ് ചെയ്തിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ അങ്ങനെയുള്ളൊരു വലിയ വ്യക്തിത്വത്തിനെ ഞാൻ ഒരു കാരണവശാലും മനസ്സവാച കർമ്മണ ഒരിക്കലും ഞാൻ ഇങ്ങനൊരു വാർത്തയിൽ വന്ന പോലെ ഞാൻ വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല, ചിന്തിച്ചിട്ടുമില്ല, എന്നെക്കൊണ്ട് പറ്റൂല. കാരണം അത്രയും ഗോഡ് ഓഫ് മലയാളം സിനിമ, ദ ലെജൻഡ് ഓഫ് മലയാളം സിനിമ,
അപ്പോൾ അതിന് ഞാൻ എൻ്റെ ഭാഗത്ത് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്, ഗോഡ് ബ്ലസ്, ഇൻഷാല്ലാ. ഗോഡ് ബ്ലസ്, ഇൻഷാല്ലാ, ഓൾ ദ ബെസ്റ്റ് ഒക്കെ ഇടിക്കല്ലേ. ഗോഡ് ഓഫ് ക്രിക്ക് എന്ന് പറഞ്ഞിട്ട് നിർത്തിക്കളഞ്ഞു. എൻ്റെ പൊന്നളിയ, സംഗതി ഉറങ്ങി നീച്ചതാണോ ആരെങ്കിലും പൊട്ടിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. ആകെ മൊത്തം ഒരു എന്തോ പോലെ രീതിയിൽ. എന്താണെങ്കിലും ഇതിലൊരു സീനിയർ നടൻ കൈമലർത്തി എന്ന് പറയുന്നുണ്ട്. ഇത് പറഞ്ഞു കൊടുത്തത് ഒരു സീനിയർ നടനാണ്. സീനിയർ നടൻ കൈമലർത്തി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ വന്നിരുന്നിട്ട് അടുത്ത തള്ളുന്നത്. ഈ സീനിയർ നടൻ ആരാന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇപ്പം കേൾക്കാം. ആലപ്പി അഷ്റഫ് തന്നെ മണിയമ്പിള്ള രാജുവിനെ വിളിച്ചിട്ട് ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്. ഞാൻ വിളിച്ചതിന്റെ കാരണം ഈ മമ്മി സെഞ്ചുറി എടുത്ത് ഈ ടിനി ടോം പറഞ്ഞിരിക്കുന്നത് ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് മണിയമ്പിള്ള രാജു എനിക്ക് പറഞ്ഞു തന്നിരുന്നത്. ആ വോയിസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് പറഞ്ഞത്. അപ്പൊ അതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ രാജു? ഒരിക്കലും ഇല്ല. അതായത് ഞാൻ ഇവനൊന്നും നസൂസിനെ കണ്ടിട്ട് പോലും ഇല്ല. ഞാൻ നസൂസിനോട്ട് 10-15 പടങ്ങളിൽ അഭിനയിച്ചിട്ടുള്ളതാണ് 75. അതെ അതെ. മാത്രമല്ല ഞാൻ എല്ലാ ഇന്റർവ്യൂകളിലും പ്രസംഗിക്കുമ്പോഴും പറയാറുണ്ട്, ഇത്രയും ദൈവത്തിൽ ഒരാളിനെ എന്റെ ജീവിതത്തിൽ അതിന് മുമ്പോ അതിന് ശേഷം എത്രയോ പ്രാവശ്യം എന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ട് രാജു. ഞാൻ കേട്ടിട്ടുള്ളല്ലോ. പിന്നെ എത്രയോ ഫംഗ്ഷനിലാണ് നസീർ സാറിന്റെ വർഷമുള്ള കാലങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് പ്രസംഗിക്കുന്ന ആളാണ് ഞാൻ. ഈ ടിനി ടോം മണ്ടത്തനങ്ങൾ പറഞ്ഞ് മുമ്പ് വിവാദങ്ങളിൽ ചെന്നപ്പെട്ടിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്തിനിങ്ങനെ ഇത്രയും മഹാന ഒരാളിനെ കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് പറയും. ഏതൊരു ഭ്രാന്താണെന്ന് തോന്നുന്നത് അറിയാട്ടെ. അതന്നെ. എന്താണ് പുള്ളി പറയുന്നത്? ഈ നരേന്ദ്രമോദിയെ പറയാമെങ്കിലാണ് പിന്നെ എനിക്ക് പ്രേം നസീർ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നതെന്നാണ് മരിച്ചുപോയ ഒരാളാണ് ഇത്രയും ദൈവത്തിൽ. പിന്നെ അത് എത്രയോ എങ്ങനെ പറ്റിയൊക്കെ പറയാം. എങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് ഇങ്ങനെ ഒരു വലിയൊരു മനുഷ്യനെ കുറിച്ച് പറയാൻ പറ്റുന്നെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നസീർ സാറിന്റെ റെക്കോർഡാണ് ഏറ്റവും കൂടുതൽ സിനിമ അഭിനയിച്ചത്, ഏറ്റവും കൂടുതൽ നായികമാരെ. അതെ. ഞാൻ എന്നോട് ഇത് പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല. മണിയമ്പിള്ള രാജു ഒരിക്കലും അങ്ങനെ പറയുന്നില്ല എന്ന് എനിക്കറിയാം. കാരണം നിങ്ങൾ ആരെ പറ്റിയും അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. പ്രത്യേകിച്ച് നസീർ സാറിന്റെ നിങ്ങൾ വലിയൊരു ഫാനാണെന്ന് എനിക്കറിയാം. നസീർ സാറിനെ കുറിച്ച് ഒട്ടും പറയാൻ പറ്റില്ല, ഒരിക്കലും പറയത്തില്ല. ദൈവതുല്യനാണ്. അതെ അതെ. പുള്ളി പല ജനങ്ങളുടെ എതിർപ്പ് വാങ്ങിയത് ഇത്രയും അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന ഒരു ജനമുണ്ട് ഇവിടെ. അവരെല്ലാം തിരികെ കല്ലെറി പറയാതിരിക്കാൻ പറ്റില്ല. അതെ അതെ. പിൻവലിച്ച് മാപ്പ് പറയാൻ പറയണം. നസീർ സാറിന് അങ്ങനെയല്ല. ഉറപ്പായിട്ട് അയാൾ മാപ്പ് പറയേണ്ടതാണ് പൊതുസമൂഹത്തോട്. പിന്നെ കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞപ്പോ ഫൗണ്ടേഷൻകാര് വിളിച്ചിരുന്നു, അവർ കേസ് കൊടുക്കുന്നുണ്ട്. പിന്നെ വേറെ എവിടെ നിന്നോ കോഴിക്കോട് എവിടെ നിന്നൊക്കെ കേസ് വരുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് രാജുവിന്റെ തലയിൽ വെക്കാനുള്ള ശ്രമമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതെല്ലാവർക്കും അറിയാം. അതെ, ഞാൻ വിശ്വസിക്കില്ല. പക്ഷെ അത് രാജു എത്രയോ റൈറ്റപ്പ് എന്റെ അതുമല്ല അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ. ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇങ്ങനെ പറഞ്ഞെന്ന് പറയാം. ഇത് അങ്ങനെ ഇല്ലാത്ത ഒരു കാര്യം ഒരിക്കലും നസീർ സാറിനെ പോലെ ഒരാളെ പറ്റി പറയൂ ആരെങ്കിലും, അല്ലേ? ഇവന് അഹങ്കാരം തലക്ക് കയറിയതാണ്. എന്ത് ചെയ്യാനാ പറഞ്ഞിട്ട്. 2 പടം വന്ന ഉടനെ ഒരു പരിസരം പറഞ്ഞ് പണ്ട് നടന്ന രീതിയിലൊക്കെ മറക്കുന്ന ആൾക്കാരെ ചെയ്യാൻ പാടില്ല. അപ്പൊ ഞാനിതൊന്നും അറിയാൻ വേണ്ടിയാണ് വിളിച്ചത്. ഓക്കെ, താങ്ക് യു രാജു. എങ്ങനെ ഇരിക്കുന്നു ഇപ്പൊ മണിയമ്പിള്ള രാജു ടിനി ടോമിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ്. ടിനി ടോമിനോട് പറയാനുള്ളത് എന്തറിയും? വലിഞ്ഞു കയറി വേണ്ടാത്തോടത്തൊന്നും ഇനി കയറി ചെല്ലാൻ നിൽക്കണ്ട, മനസ്സിലായോ? വാവിട്ട വർത്താനം പറയുമ്പോൾ ബാക്കിയുള്ളവർ തന്നെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് താനിപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം പിന്നെന്താ, അവനാണ് പറ്റിയ പണിയും ചെയ്ത് അത് നല്ലത്. പിന്നെ ഇതേപോലെ ഇൻ്റർവ്യൂ ഒന്ന് ഇരുന്ന് തള്ളുന്ന സമയത്ത് ഇനി ഒന്ന് കഴിഞ്ഞ വട്ടോ ഈ ലഹരീൻ്റെ സാധനമോ ഇയാളിരുന്ന് തള്ളിയതാണോ എനിക്ക് സംശയമുണ്ട്, മനസ്സിലായോ? ആൻ്റണി പെരുമ്പാവൂരിൻ്റെ ലിസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ആൻ്റണി പെരുമ്പാവൂരിൻ്റെ ആരിയിരിക്കുന്നത് കേട്ട് കാണും. അയ്യോ, ഇയാളിപ്പോൾ പറയുന്നൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയല്ലോ ആക്കാ. അപ്പോൾ ഇതാണ് മണിയമ്പിള്ള രാജു പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ടിനി ടോം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇങ്ങനെയാണ് ടിനി ടോം ഇന്ന് എയറിൽ പോയത്. UK എയറിലായതുകൊണ്ടാണ് കേരളത്തിൽ കുറേ പേര് അറിയാത്തത്. നാട്ടിൽ വന്നിട്ട് അടുത്തൊരു ഇൻ്റർവ്യൂ ആകുമ്പോൾ വീണ്ടും എയർ കയറുമ്പോൾ നാട്ടുകാരാണ്. ഓക്കെ, അപ്പോൾ പ്രേം നസീർ എന്ന് പറഞ്ഞ മഹാനടൻ, അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞതിൽ ടിനി ടോം മാപ്പ് ചോദിച്ചിരിക്കുന്നത്.